എൻ്റെ സഹോദരി വിശേഷിപ്പിച്ചു. കുറേ ഗാനങ്ങളൊക്കെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കുറേ ഗാനങ്ങൾ എഴുതുവാൻ ഇടയാക്കി ദൈവം അനുഗ്രഹിച്ചു. ഒരു 32 വർഷം മുമ്പാണ് ആദ്യത്തെ ഗാനം കുറിച്ചത്. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി ഞാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ഭാവി എങ്ങനെയാണ്, എൻ്റെ ജീവിതം എങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യണം ദൈവമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ പ്രിയരെ, അപ്പോൾ തന്നെ അച്ഛനിലൂടെ വീണ്ടും ഒരു വചനം, ഇവിടെ തൻ്റെ നൊമ്പരങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, ഉത്കണ്ഠകളെല്ലാം പങ്കുവെച്ച് കണ്ണീരൊഴുക്കി കർത്താവിനോട് ചോദ്യം ചോദിക്കുന്ന ഒരു മകനോട് ദൈവം പറയുന്നു, യേശയ്യ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയമുള്ളവരെ, ആ വചനം എന്നെ സൗഖ്യപ്പെടുത്തി, എന്നെ മാറ്റിമറിച്ചു. എൻ്റെ ജീവിതത്തിൽ മറ്റു മായാലോകമല്ല, മറ്റു ലോകത്തിൻ്റെ ഭാഷകളല്ല, ലോകത്തിൻ്റെ നേട്ടങ്ങളല്ല, ഞാൻ നേടേണ്ട നേട്ടം, ഞാൻ നേടേണ്ട നിധി, ഞാൻ നേടേണ്ട സമ്പത്ത് അത് യേശു എന്ന സത്യമാണെന്നുള്ള തിരിച്ചറിവ് ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ അനുഗ്രഹിച്ചു. അന്ന് ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ എഴുതാൻ കർത്താവ് കൃപ നൽകി. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. അങ്ങനെയാണ് ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, പെറ്റമ്മ മറന്നാലും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം ആവാ ദൈവമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം മുൾമുടി അണിഞ്ഞു കൊണ്ടീശോ പൂർണ്ണ മനസ്സോടും പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയുടെ അതിദാരുണമാം നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ എത്രയും ദയയുള്ള മാതാവെ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. ഈ കരഘോഷം മുഴുവൻ നല്ല ദൈവത്തിന് കൊടുക്കുകയാണ്.